ഹായ് ഫ്രണ്ട്സ്, ബി കോം ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾക്കുള്ള കോർ പേപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റിലെ ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് എന്ന പേപ്പറാണ് സംസാരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ്, അതിലുള്ള മീനിങ് എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ മീനിങ് എന്താണ്, അതുപോലെ തന്നെ ഡെഫിനേഷൻ എന്താണ് എന്നാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. എന്താണ് മീനിങ് എന്ന് നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് എ യൂണിവേഴ്സൽ പ്രോസസ് ഇൻ ഓർഗനൈസ്ഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് യൂണിവേഴ്സൽ പ്രോസസ്സാണ് മാനേജ്മെൻറ്റ്. എന്താണ് യൂണിവേഴ്സൽ പ്രോസസ്സ് എന്ന് നോക്കിയാൽ അത് ലോകത്ത് എവിടെയും ഉള്ള, നമുക്ക് എവിടെയും കാണാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് യൂണിവേഴ്സൽ പ്രോസസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓർഗനൈസ്ഡ് സെക്ടർ ആകട്ടെ, സോഷ്യൽ വർക്കിംഗ് ഏരിയകളിലാകട്ടെ, അതല്ല എങ്കിൽ എക്കണോമിക് വർക്കേഴ്സ് സെക്ടേഴ്സിലാകട്ടെ, ഇവിടെ എല്ലാം തന്നെ മാനേജ്മെൻറ്റ് ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. മാനേജ്മെൻറ്റ് ഈസ് എ ടെക്നിക്സ് ഫോർ of extracting work from others in integrated and coordinated manner for realizing the specific objective ത്രൂ പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതൊരു ടെക്നിക്കാണ്. വർക്കേഴ്സിൽ നിന്നും അവരുടെ വർക്കിനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുക, അവരുടെ ഇന്നർ എബിലിറ്റിയെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുക. അതായത് സ്റ്റാഫ് ആയിക്കൊള്ളട്ടെ, മാനേജേഴ്സ് ആയിക്കൊള്ളട്ടെ, ഡയറക്ടേഴ്സ് ആയിക്കൊള്ളട്ടെ, അവരിൽ നിന്നും അവരുടെ വർക്കിനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുക എന്നതാണ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് ഈസ് എ മൊബിലൈസിങ് ദ ഫിസിക്കൽ, ഹ്യൂമൻ, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻ പ്ലാനിങ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് ഇൻ സച്ച് മാനർ സോ ആസ് ടു റീച്ച് ദ ഡിഫൈൻഡ് ഗോൾ ക്യാൻ ബി ബെനിഫിറ്റഡ് ഇൻ മാനേജ്മെൻറ്റ്. അതായത് മൊബിലൈസിങ് ദ ഫിസിക്കൽ, ഹ്യൂമൻ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ലാൻഡ് ആകാം, ബിൽഡിംഗ് ആകാം, അല്ലെങ്കിൽ മെഷീനറീസ് ആകാം. ഇതിനെല്ലാം തന്നെ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാകാം, വർക്കേഴ്സ് ആകാം, അതുപോലെ തന്നെ മാനേജേഴ്സ് ആകാം. ഇവരെല്ലാം തന്നെ നല്ല രീതിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ, അതായത് ക്യാപിറ്റൽ ആകാം, അസറ്റ് ആകാം, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ നമുക്കറിയാലോ. ഈ കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അടുത്തത് ഡെഫിനേഷൻസ് നോക്കാം. മേരി പാർക്കർ ഫോളറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് ഈസ് എ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ബൈ അതർ പീപ്പിൾ. അതായത് മാനേജ്മെൻറ്റ് പറയുന്നത് ഇറ്റ്സ് എ ഗെറ്റിംഗ് ഡൺ തിങ്സ് ഡൺ ത്രൂ ബൈ അതർ പീപ്പിൾ. മറ്റുള്ളവരിലൂടെ നമ്മുടെ കാര്യം നേടിയെടുക്കുന്ന ഒരു കലയാണ് മാനേജ്മെൻറ്റ് എന്നാണ് മേരി പാർക്കർ ഫോളറ്റ് പറയുന്നത്. FW ടൈലർ എന്താണ് പറയുന്നത് നമ്മൾ നോക്കാം. അദ്ദേഹം പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ഇറ്റ്സ് ഡൺ ഇൻ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അത് ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേയിലൂടെ, അതായത് ഏറ്റവും മികച്ചതും എന്നാൽ ഏറ്റവും ചീപ്പായിട്ടുള്ള, വില കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള വേയിലൂടെ അത് നേടിയെടുക്കുന്നത് എന്തോ അതിനെയാണ് മാനേജ്മെൻറ്റ് എന്നാണ് FW ടൈലർ പറഞ്ഞിട്ടുള്ളത്. മേരി പാർക്കർ ഫോളറ്റും FW ടൈലറും ഇവർ രണ്ടുപേരും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആർട്ട് എന്ന ഒരു കോൺസെപ്റ്റിലൂടെയാണ് പറയുന്നത്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആർട്ട് ആണ് എന്നുള്ള കോൺസെപ്റ്റിലൂടെയാണ് അവർ പറയുന്നത്. എന്നാൽ ഹെൻറി ഫയോഡ് പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ, മാനേജ്മെൻറ്റ് ഇസ് ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ ടേമായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഫങ്ഷണൽ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റ് ചെയ്യുക, അതായത് ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ. ഭാവിയിൽ ഒരു പക്ഷേ നമ്മളൊരു ബിസിനസ് റണ്ണ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിക്ക് ഗ്രോത്ത് ചെയ്യുമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഫോർകാസ്റ്റ് ചെയ്യുക. അതുപോലെ പ്ലാൻ ചെയ്യുക. എന്താണ് പ്ലാനിങ്? നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തോ അതിനെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ടു ഓർഗനൈസ്, അതിനെ നല്ല രീതിക്ക് ആ പ്ലാനിനെ നമ്മൾ നല്ല രീതിക്ക് ഓർഗനൈസ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡ്സ് കൊടുക്കുക. നമ്മളെ സ്റ്റാഫ്, അതുപോലെ മാനേജേഴ്സ്, അവർക്കെല്ലാം തന്നെ നമ്മൾ കമാൻഡ് കൊടുക്കുക. അതുപോലെ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്. നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 വർഷത്തേക്കാണ് നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുന്നത്. 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് 100 കോടിയിൽ നമ്മുടെ ബിസിനസ്സിനെ എത്തിക്കണം എന്നുള്ളതാണ് ഒരു വലിയ രീതിക്കുള്ള ജയൻറ്റ് കമ്പനി ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള
പ്ലാനിങ്ങുകളും അതിനുവേണ്ടി ഓർഗനൈസ് ചെയ്യുകയും അതിനായിട്ട് കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഹെൻറി ഫയോൾ പറയുന്നത്. ഇതൊരു മാനേജ്മെൻറ്റ് ഫങ്ഷൻ എന്ന രീതിയിലാണ് വരുന്നത്. ഫങ്ഷണലായിട്ടാണ് മാനേജ്മെൻറ്റ് ഈ ഒരു ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അത് നെക്സ്റ്റായിട്ട് കൂൺസ് ആൻഡ് ഡൊണേലോ പറയുന്നത് management is defined as creation and maintenance of internal environment in enterprise where individuals working together in group can perform efficiently and effectively toward maintaining a group ഗോൾ. അതായത് ഒരു ഓർഗനൈസേഷൻ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് ഒരു ഗ്രൂപ്പ് ഗോൾ സെറ്റ് ചെയ്യാണ്. അവർ ഓർഗനൈസേഷൻ നല്ല രീതിക്ക് അച്ചീവ്മെൻറ്റ് നേടുക എന്നുള്ളത് വലിയൊരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗോൾസിനെ പാർട്ടായിട്ട് ചില ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. അത് പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഗോൾസ് ആക്കിയിട്ടും സെയിൽസ് യൂണിറ്റിൻ്റെ, അതുപോലെ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള പലതരം തിരിച്ചിട്ട് ഈ ഒരു പല കാര്യങ്ങളെ തിരിച്ച് ഈ ഒരു ഗോൾസിനെ സെറ്റ് ചെയ്യും. ഇതാണ് ഗ്രൂപ്പ് ഗോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രൂപ്പ് ഗോളുകളെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് മീനിങ്ങും അതുപോലെ തന്നെ ഡെഫിനേഷനുമാണ്.